ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡ്രീമാണ്, ഇതൊരു 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, participation, inner voice, silence, innocence. ബോട്ടം വന്നിട്ടുള്ളത് ഗിൽറ്റാണ്. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ ഇങ്ങനെ പാസ്റ്റ് മുറുകെ പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജിയാണിത്. ഇത് മറക്കാൻ പറ്റുന്നില്ലായിരിക്കാം. മറക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യത്തിൽ ഇങ്ങനെ അവരത് മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ബോട്ടം വന്നിട്ടുള്ളത് ഗിൽറ്റാണ്. അപ്പോൾ പാസ്റ്റിൽ നടന്നു പോയ എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ ഒന്നിലധികം സംഭവങ്ങൾ അതിൽ ഇപ്പോൾ ഗിൽറ്റായിട്ടിരിക്കുന്നു. സ്വയം വേദനിപ്പിച്ച് സ്വയം കുറ്റപ്പെടുത്തി ഇരിക്കുന്ന ആൾക്കാർ, എന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വന്നത്, ഞാൻ തന്നെ തെറ്റുകാരനാണ് അല്ലെങ്കിൽ തെറ്റുകാരിയാണല്ലോ, ഈ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവനവൻ ചെയ്ത തെറ്റിന് ഇപ്പം മിസ്റ്റേക്ക് പറ്റാത്ത ആരുമില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നില്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇൻസൾട്ടഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ സ്വയം നിങ്ങൾ ചെറുതായി പോയൊരവസ്ഥ. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട എന്താവശ്യം ഉണ്ടായിരുന്നു എന്ന് സ്വയം വിചാരിച്ച് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത്. പാസ്റ്റ് എനർജിയാണെന്നാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ പലതും സംഭവിക്കും. നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ പാഠങ്ങളും അത് നമ്മൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഓരോ വ്യക്തികളും വന്നത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സന്തോഷം തന്ന വ്യക്തികളും സമാധാനം തന്ന വ്യക്തികളും നമ്മളെ ദ്രോഹിച്ച ആൾക്കാരും എല്ലാവരും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ ദ്രോഹിച്ച ആൾക്കാരാണ്, നമ്മളെ പറ്റിച്ച ആൾക്കാരാണ്. അതങ്ങോട്ട് റിയലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണില്ല. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും അത് വന്നത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് വിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യം, അത് പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ഇതിൽ ഒരാളിനെ ഡ്രീം ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവരും നിങ്ങളെപ്പറ്റി ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ അടുത്ത് വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ശരിക്കും നല്ല കണക്ഷൻ വേണമെന്നൊക്കെ ഈ വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഫുൾ മൂണൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഈ എനർജി ശരിക്കും കണക്റ്റഡ് ആവും. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്, ഡ്രീമാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ജേണലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം ആ ഒരു എനർജി. ഈ കൂടുതൽ എനർജി കണക്റ്റ് ആയപ്പോൾ സംഭവിച്ചത് നിങ്ങളിൽ ഹീൽ ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് എത്ര നിങ്ങൾ വിചാരിച്ചിട്ടും ഹീൽ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വേണ്ട, അത് വിട്ട് കളയുക. കാരണം നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത വേണ്ട.
ഈ ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാർക്ക്, ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിങ്ങളൊന്ന് ഈ ഒരു ദിവസമോ ഈ അടുത്ത സമയങ്ങളിലോ നിങ്ങളൊന്ന് യാത്ര പോകാൻ പറ്റുമെങ്കിൽ യാത്ര പോവുക. നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ, നിങ്ങൾ സന്തോഷം തരും എന്നുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളൊന്ന് കൂട്ടുകൂടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്നർ വോയിസ് ആണ്, ഇതൊരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. സൈലൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരു മൂൺ ഗാർഡും ആണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഫുൾ മൂൺ കഴിയുമ്പോഴായിരിക്കും ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ വരുന്നത്. ചില ആൾക്കാർക്ക് അതിൻ്റെ തലേ ദിവസമായിരിക്കും. അപ്പം ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു, അപ്പോൾ ഇന്നലെ ഉറങ്ങാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ മെനിയാന്നായിരിക്കും ഈ ഒരു എനർജി കുറേ ആൾക്കാർക്ക് കണക്റ്റഡ് ആയിട്ട് നിന്നത്. ചിലപ്പോൾ ഇന്നലെ ഈ മൂൺ എനർജി കണക്റ്റായി നിൽക്കുമ്പോൾ നമുക്ക് പാസ്റ്റിലെ ഓർമ്മകൾ ഒരുപാട് നിങ്ങൾക്ക് വരും. നിങ്ങളെ വേദനിപ്പിച്ചതും, നിങ്ങളെ കളിയാക്കിയതും, നിങ്ങളെ കുറ്റപ്പെടുത്തിയതും, നിങ്ങളെ വിട്ടുപോയതും. ഇത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചോ ഈ നഷ്ടങ്ങളെല്ലാം നമ്മളെ മനസ്സ് നമ്മളെ അതിന് മുന്നിൽ കൊണ്ട് നിർത്തും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഗിൽറ്റ് ഫീലിംഗ് വന്നതെന്നാണ് കാണുന്നത്. അപ്പം അത് മനസ്സിൻ്റെ ഒരു തന്ത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. മനസ്സങ്ങനെ നമ്മളെ അങ്ങനെ സുന്ദരമായിട്ട് സുഖമായിട്ടൊന്നും ജീവിക്കാൻ വിടില്ല. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് മെഡിറ്റേറ്റ് ചെയ്യണം, പ്രാർത്ഥിക്കണം, മനസ്സിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്. അത് പലപ്പോഴും അത് കൃത്യമായിട്ട് ചെയ്യാൻ പലർക്കും പറ്റാറുമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഇന്നസെൻസ് ആണ് വന്നിട്ടുള്ളത്. ഇന്നസെൻ്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇത് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഭാരം എപ്പോഴും നമ്മൾ ആ ഭാരം മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പാസ്റ്റിൽ. അപ്പോൾ ഈ പാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളെ നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇമോഷനിൽ തന്നെ ഇരുന്ന നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല. സോറി. അപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഇരിക്കാനാണ്. നമ്മളുടെ മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഒന്നുമില്ലെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നമ്മൾ കാണുന്ന നമ്മളുടെ കണ്ണിന് മുന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. വർഷങ്ങളായിട്ട് ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജീവിച്ചാലും നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൻ്റെ മുന്നിൽ കാണും, അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണും. അതൊന്നും നമുക്ക് കാണാനുള്ള സമയമില്ല. കാരണം നമ്മൾ പ്രസന്റ് മൊമെന്റിലല്ല, നമ്മൾ പാസ്റ്റിൽ ക്ലിങ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ട്, അത് മാറാതെ ആ ഒരു ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ എനർജി ഇതിൽ നിന്നൊന്ന് എടുത്ത് നോക്കാം. ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ്സ് ആർ ഗിഫ്റ്റ്സ് ഫ്രം യൂണിവേഴ്സ്, റിസീവ് ആൻഡ് ഷെയർ ദം. നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് യൂണിവേഴ്സ് ധാരാളം ബ്ലെസ്സിങ്സ് തരുന്നുണ്ട്, ഒരുപാട് തരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തരുന്ന ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ഇപ്പം ദൈവം തരുന്ന അറിവുകൾ, നിങ്ങൾക്ക് തരുന്ന പൈസ, നിങ്ങൾക്ക് തരുന്ന സന്തോഷം, നിങ്ങൾക്ക് ഇപ്പം തരുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് മാത്രമാണ് തരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് എടുത്തിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല വാക്കുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അതിനാണ് നിങ്ങൾക്ക് തരുന്നതെന്നാണ് ഈ ഒരു സമയം, അത് മനസ്സിലാക്കുക. കറേജാണ്. കറേജ് ലൈസ് വിത്ത് യു. യു ഹാവ് ദ പവർ ടു ഓവർകം എനിത്തിങ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ കറേജ് ഉണ്ട്, ധൈര്യം. ഇത് കണ്ടല്ലോ, ഈഗിൾ എന്ന് പറയുന്നത് ഭയങ്കര ഉയരത്തിൽ പറക്കണം, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയുള്ള ഒരു പക്ഷിയാണ് ഈഗിൾ. അറിയാലോ, അത് ഭയങ്കര നിശ്ചയദാർഢ്യമാണ്. അതെന്തെങ്കിലും ഒരു കാര്യം എടുക്കണം എന്ന് വെച്ചാൽ അത് കൊണ്ടേ പോവുള്ളൂ. നമുക്കറിയാമല്ലോ, കോഴിക്കുഞ്ഞുങ്ങളെ ഈ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോണത്, അത് എത്ര ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു പക്ഷിയാണ് ഈഗിൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇപ്പം എല്ലാവരിലും ഇത്രയും ധൈര്യം ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ധൈര്യം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കാര്യം ഉണ്ട്, പവറുണ്ട്. അപ്പോൾ ആ ഒരു പവറ് നിങ്ങളുടെ മുന്നിലുള്ള എന്ത് കാര്യത്തെയും ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ലക്ഷ്യം
ആ ലക്ഷ്യം ഇട്ടാൽ മാത്രം മതി. നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല, തടസ്സങ്ങളൊന്നും തടസ്സമല്ല. തടസ്സത്തെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യവും കഴിവും പവറും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കുക. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിലുള്ള തടസ്സങ്ങളാണ് കാണുന്നത്, നമ്മളുടെ കഴിവുകളെ കാണുന്നില്ല, എന്നുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. കാരണം നമുക്ക് പോസിറ്റീവിനെക്കാളും എപ്പോഴും നെഗറ്റീവാണ് അട്രാക്റ്റ് ചെയ്യാൻ താല്പര്യം. പൊതുവെ മനസ്സ് എങ്ങനെയാണ് കേട്ടോ, നമ്മൾ ആരും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളല്ല, പക്ഷെ നമ്മളുടെ മനസ്സ് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ തടസ്സമാകട്ടെ, എന്ത് തടസ്സമാകട്ടെ, അതിനെ ഓവർകം ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ധൈര്യവും പവറും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ശക്തിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സൽ വിസ്ഡം ആണ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് വിസ്ഡം, സീക്ക് ഇറ്റ്സ് ഗൈഡൻസ്. അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നിറയെ വിസ്ഡമാണ്, അറിവാണ്. അപ്പം അറിവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നമ്മൾ സ്വീകരിക്കാൻ, നമുക്ക് ആ ഗൈഡൻസ് എങ്ങനെ കിട്ടും എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നമ്മളിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാനിവിടെ ഇരിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത്, എൻ്റെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നം, അത് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് മാറി നിന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക. എൻ്റെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നം, അതിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരാൾ ഇത്രയും ടോക്സിക് ആണ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ, ഇതുകൊണ്ട് എനിക്ക് എന്ത് നന്മയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക. ഈ പ്രപഞ്ചം തന്നെ ഉത്തരം തരും. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്, ഈ പ്രശ്നം എനിക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എന്നെ കൊണ്ട് എന്തെങ്കിലും പരിഹാരത്തിന് പറ്റുമോ, ഇതെല്ലാം നിങ്ങൾ ചോദിക്കണം എന്നുള്ളത്. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഈ ഒരു ഗൈഡൻസ് കാർഡ് പറയുന്നത്. കൊളാബറേഷൻ അച്ചീവ്സ് ഗ്രേറ്റർ ഗോൾസ് ആണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും മറ്റാൾക്കാരുമായിട്ട് ചേർന്ന് ചില കാര്യങ്ങൾ ചെയ്താൽ അത് കൂടുതൽ സക്സസ്സിലേക്ക് പോകും. അതങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഒരേ എനർജിയുള്ള 1, 2, 3 ആൾക്കാർ, അപ്പോൾ 2, 3 ആൾക്കാർ, 2-ലധികം ആൾക്കാർ ചേർന്ന് പല കാര്യങ്ങളും ചെയ്താൽ, നല്ല ബുദ്ധിയുള്ള നല്ല കഴിവുള്ള ചിന്തിക്കുന്ന ആൾക്കാർ ചേർന്ന് കാര്യങ്ങൾ ചെയ്താൽ ആ 3 പേരുടെ ബുദ്ധിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. 3 പേരുടെ ബുദ്ധി 3 തരത്തിലായിരിക്കും, 3 തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ആയിരിക്കും 3 പേർക്കുള്ളത്. അപ്പോൾ ഈ 3ഉം കൂടെ ഒരുമിച്ച് ചേരുമ്പം അത് ഒരേപോലെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ഇതൊരു ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് ചേർന്നാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസ്സിലേക്ക് പോകുന്നതാണ്. പീസാണ്. ഫൈൻഡ് ഇന്നർ പീസ് ഇൻ മൊമെന്റ്സ് ഓഫ് സ്റ്റിൽനെസ് ആണ്. നമ്മൾ ഓരോ നിമിഷത്തിലും ഇന്നർ പീസ് നമ്മൾ കണ്ടെത്തണം എന്നാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, ഒന്ന് സ്റ്റില്ലായിട്ട് ഇരിക്കുക. ഇത് തന്ത്ര പഠിക്കുമ്പം നമ്മളുടെ 2 ശ്വാസത്തിൻ്റെ ഇടയിലുള്ളൊരു മൊമെൻറ്റ്, അതിനെപ്പറ്റി പറയൂ കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്റ്റീവായി തോന്നുന്നൊരു കാര്യമാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതിനും ശ്വാസം വിടുന്നതിനും ഇടയിലുള്ള ഒരു മൊമെൻറ്റിനെ ശ്രദ്ധിക്കാനാണ് തന്ത്രയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ തന്ത്ര അതിനെപ്പറ്റി കൂടുതൽ ഇപ്പം പറയാൻ പറ്റില്ല, പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഭഗവാൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്ത രഹസ്യങ്ങളാണ് തന്ത്ര. അപ്പോൾ അത് കുറേ ടെക്നിക്സാണ് കേട്ടോ, മെഡിറ്റേഷൻ്റെ കുറേ ടെക്നിക്സാണ്. അതിൽ ഒരു ടെക്നിക്കാണ് ഇങ്ങനെ ശ്വാസം
ഇത് ഈ സ്റ്റിൽനെസ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നുകൊണ്ടാണ്, ഫൈൻഡ് ഇന്നർ പീസ് ഇൻ മൊമെന്റ്സ് ഓഫ് സ്റ്റിൽനെസ് വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മളുടെ ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതിന് ഇടയിലുള്ള ഒരു മൊമെന്റ്, അത് നമ്മൾ ശ്രദ്ധിക്കാനാണ്. അത് ശ്രദ്ധിക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ശ്വാസം എടുക്കുന്ന സമയം, ആ ഒരു സമയം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സമയം ഒറ്റ സെക്കൻഡ് മതി. നമ്മളിങ്ങനെ വെറുതെ നിരീക്ഷിച്ചാൽ മതി. അത് ശ്വാസം വിട്ട് കഴിഞ്ഞതിന് ശേഷം അത് ആ ഒരു സമയം, ആ ഒരു ശ്വാസം വിട്ടിട്ട് അടുത്ത ശ്വാസം എടുക്കുന്നതിൻ്റെ ഒരു 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 വളരെ 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 ചെറിയൊരു സമയമാണത്. ആ സമയത്ത് ശ്രദ്ധിക്കാനാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഈ തന്ത്രം എന്ന് അടിച്ചു നോക്കിയാൽ അറിയാം കേട്ടോ. യൂട്യൂബിൽ നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുമെന്നുള്ളവർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇന്നർ പീസ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഇത് വേറെ ആർക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ എല്ലാം നമ്മളിലാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.